അമേരിക്കയ്ക്ക് കനത്ത മുന്നറിയിപ്പുമായി ഇറാൻ. തങ്ങളുടെ തുറമുഖങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം അടിയന്തരമായി പിൻവലിച്ചില്ലെങ്കിൽ ഒമാൻ ഉൾക്കടൽ അമേരിക്കൻ സൈന്യത്തിന്റെ ശവപ്പറമ്പായി മാറുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. എന്ത് വില കൊടുത്തും അമേരിക്കൻ സമ്മർദ്ദങ്ങളെ ചെറുക്കുമെന്നും ഇറാന്റെ ഉന്നത നേതൃത്വം വ്യക്തമാക്കി. ഇറാന്റെ എക്സ്പീഡിയൻസി കൗൺസിൽ അംഗവും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുൻ കമാൻഡറുമായ മൊഹ്സൻ റസായിയാണ് അമേരിക്കയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. ഇറാനിയൻ തുറമുഖങ്ങളിലെ അമേരിക്കൻ ഉപരോധം അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധ പ്രഖ്യാപനമാണെന്നും ഇതിനെ ശക്തമായി നേരിടുക എന്നത് ഇറാന്റെ പരമാധികാരവും അവകാശവുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉപരോധം ഇനിയും നീട്ടിക്കൊണ്ടുപോകാനാണ് അമേരിക്കയുടെ ഭാവമെങ്കിൽ അത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക വാണിജ്യ മേഖലകൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നും സർക്കാർ ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സമാധാന ചർച്ചകളെക്കുറിച്ചും റസായി പ്രതികരിച്ചു. അമേരിക്കൻ ഭരണകൂടം വിശ്വാസയോഗ്യമാണെന്ന് അവരുടെ പ്രവൃത്തിയിലൂടെയാണ് ഇനി തെളിയിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ ഒരു വശത്ത് തുടരുമ്പോഴും തങ്ങളുടെ സായുധ സേന കാഞ്ചിയിൽ വിരൽ വെച്ച് ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സർവ്വസജ്ജമാണെന്നും റസായി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ഏപ്രിൽ 13-നാണ് അമേരിക്ക ഇറാനുമേൽ സമ്പൂർണ്ണ നാവിക ഉപരോധം ഏർപ്പെടുത്തിയത്. അമേരിക്ക മുന്നോട്ട് വെച്ച കർശന വ്യവസ്ഥകൾ അംഗീകരിച്ച് ഒരു സമാധാന കരാറിൽ ഒപ്പുവെക്കാൻ ഇറാൻ തയ്യാറാകുന്നത് വരെ ഉപരോധം തുടരുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉറച്ച നിലപാട്. എന്നാൽ അമേരിക്കയുടെ ഈ ഭീഷണികൾക്കും സമ്മർദ്ദങ്ങൾക്കും മുന്നിൽ മുട്ടുമടക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് ടെഹ്റാൻ. ഒമാൻ ഉൾക്കടലിലെ നിലവിലെ സംഘർഷാവസ്ഥ വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാകുമെന്നാണ് നയതന്ത്ര വിദഗ്ധരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.